നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രൗൺ റൈസ് ആണോ വൈറ്റ് റൈസ് ആണോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്നതിനെക്കുറിച്ചാണ്. അരി നമ്മുടെ ദിവസേന ഭക്ഷണത്തിൻ്റെ പ്രധാന ഘടകമാണ്. പക്ഷേ വൈറ്റ് റൈസ് ആണോ ബ്രൗൺ റൈസ് ആണോ നല്ലത് എന്ന ചോദ്യം പലർക്കും ഉണ്ടാകും. പോഷകമൂല്യം അല്ലെങ്കിൽ ന്യൂട്രീഷണൽസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ബ്രൗൺ റൈസിന് പോളിഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പുറംതൊലി നീക്കം ചെയ്യപ്പെടുന്നില്ല. ഫൈബർ കൂടുതലാണിതിൽ. വിറ്റാമിൻ ബി, മഗ്നീഷ്യം, അയൺ എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. ദഹനം മന്ദഗതിയിൽ നടക്കും. വൈറ്റ് റൈസ് ആയാൽ പോളിഷിംഗ് ചെയ്ത് പുറംതൊലി നീക്കം ചെയ്തതാണ്. ഫൈബർ കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, ദഹനം വേഗത്തിൽ നടക്കും. പോഷകമൂല്യം കണക്കിലെടുത്താൽ ബ്രൗൺ റൈസ് ആണ് മുന്നിൽ. പ്രമേഹമുള്ളവർക്ക് ഏതാണ് നല്ലത്? ബ്രൗൺ റൈസിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് ഉയരാതിരിക്കാൻ ഇത് സഹായിക്കും. പ്രമേഹ രോഗികൾക്ക് ബ്രൗൺ റൈസ് ആണ് കൂടുതൽ നല്ലത്. ഭാരം കുറയ്ക്കാൻ ബ്രൗൺ റൈസിൽ ഫൈബർ കൂടുതലായതിനാൽ കൂടുതൽ നേരം വിശപ്പില്ലാതിരിക്കാൻ സഹായിക്കും. വൈറ്റ് റൈസ് പെട്ടെന്ന് വിശപ്പുണ്ടാക്കും. ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ബ്രൗൺ റൈസ് നല്ല തിരഞ്ഞെടുപ്പ്. ദഹന പ്രശ്നമുള്ളവർക്ക് ദഹനശേഷി കുറഞ്ഞവർക്ക് വൈറ്റ് റൈസ് എളുപ്പം ദഹിക്കും. വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളിൽ വൈറ്റ് റൈസ് ചിലപ്പോൾ കൂടുതൽ അനുയോജ്യകരമാകും. ദഹന സൗകര്യം വേണ്ടവർക്ക് വൈറ്റ് റൈസ് ആണ് നല്ലത്. ആരോഗ്യ സംരക്ഷണം, പ്രമേഹം, ഭാരക്കുറവ് എന്നിവയാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് ആണ് ഉചിതം. എളുപ്പം ദഹിക്കാനും കുട്ടികൾക്കും വയോധികർക്കും വൈറ്റ് റൈസ് ആണ് നല്ലത്. നിങ്ങളുടെ ആരോഗ്യനിലയ്ക്കനുസരിച്ച് വേണം നിങ്ങൾ കഴിക്കേണ്ട ചോറ് തീരുമാനിക്കാൻ.